നമസ്കാരം. KCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കാപ്പിൽ കൊപ്പൽ കോവൽ ജന്മപ്രദേശത്ത് കടലാക്രമണം രൂക്ഷം. തീരദേശവാസികൾ കളക്ടറേറ്റിലേക്ക് മാർച്ചും ധർണയും നടത്തി. കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിക്കുള്ളിൽ തെരുവ് നായ്ക്കളുടെ വിഹാരം. അനാസ്ഥയുടെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറൽ. ആ പാദമുദ്രകൾ മായില്ലൊരിക്കലും. പ്രൊഫസർ ഇബ്രാഹിം ബേവിഞ്ച മാഷിനെ കാസർഗോഡ് അനുസ്മരിച്ചു. പ്രഥമ ഫായിക്ക തേക്രോ അക്കാദമി പ്രവർത്തനം ആരംഭിച്ചു. തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VK ബാവ ഉദ്ഘാടനം ചെയ്തു. SC/ST PWO കാസർഗോഡ് ഏരിയ കമ്മിറ്റി അനുമോദന പരിപാടി സംഘടിപ്പിച്ചു. NA നെല്ലിക്കുന്ന് MLA ഉദ്ഘാടനം ചെയ്തു. തൃക്കരിപ്പൂരിൽ രാമായണ പ്രഭാഷണവും പ്രശ്നോത്തരിയും നടത്തി. കക്കുന്നം പത്മനാഭൻ പണിക്കർ പ്രഭാഷണം നടത്തി. വാർത്തകൾ വിശദമായി. കാപ്പിൽ കൊപ്പൽ കോവൽ ജന്മപ്രദേശത്ത് കടലാക്രമണം രൂക്ഷമായതോടെ പ്രതിഷേധവുമായി തീരദേശവാസികൾ രംഗത്ത്. രൂക്ഷമായ കടലാക്രമണം തടയാനുള്ള നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് തീരദേശ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ കാസർഗോഡ് കളക്ടറേറ്റിലേക്ക് മാർച്ചും ധർണയും നടത്തി. CH കുഞ്ഞമ്പു MLA പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു. കാലവർഷം ശക്തമായി തുടരവേ കാസർഗോഡ് ജില്ലയിലെ വിവിധ തീരമേഖലകളിൽ വലിയ രീതിയിലുള്ള കടലാക്രമണമാണ് ഉണ്ടാകുന്നത്. ഇവിടങ്ങളിലെല്ലാം നിരവധി വീടുകൾ അപകടാവസ്ഥയിലാണ്. ജില്ലയിൽ പ്രധാനമായും ഉദുമ പഞ്ചായത്തിലെ പ്രദേശങ്ങളായ കാപ്പിൽ, കൊപ്പൽ, കോവൽ ജന്മ തീരദേശവാസികൾ ഇത്തവണ വലിയ രീതിയിലുള്ള കടലാക്രമണമാണ് നേരിടുന്നത്. ഇക്കാര്യം നിരവധി തവണ അധികൃതരെ അറിയിച്ചുവെങ്കിലും നടപടിയുണ്ടാകാത്തതോടെയാണ് ഇവർ പ്രത്യക്ഷ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. രൂക്ഷമായ കടലാക്രമണം തടയുവാനുള്ള നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ഇവർ തീരദേശ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ കാസർഗോഡ് കളക്ടറേറ്റിലേക്ക് നടത്തിയ മാർച്ചിലും ധർണയിലും വലിയ രീതിയിലുള്ള പ്രതിഷേധമുയർന്നു. CH കുഞ്ഞമ്പു MLA പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു. ഇത്തവണ ജില്ലയിലെ തീരമേഖലയിൽ വലിയ രീതിയിലുള്ള കടലാക്രമണമാണ് ഉണ്ടായതെന്നും ഇതിന് ശാശ്വതമായ പരിഹാരമുണ്ടാക്കുന്നതിനുള്ള നടപടികൾക്കായുള്ള ശ്രമങ്ങൾ നടന്നുവരികയാണെന്നും CH കുഞ്ഞമ്പു MLA പറഞ്ഞു. നമ്മുടെ ജില്ലയിലെ ഈ കടലാക്രമണ പ്രദേശങ്ങളിലെ ആകെ ഐഡൻറ്റിഫൈ ചെയ്ത് ഇവിടെ ശാശ്വതമായൊരു പരിഹാരം ടെട്രോപോഡ് ഉപയോഗിച്ചുകൊണ്ടുള്ള ശാസ്ത്രീയമായ ഒരു പ്രതിരോധ പ്രവർത്തനം നടത്തണമെന്ന് കാസർഗോഡ് ജില്ലാ വികസന സമിതി യോഗത്തിൽ കഴിഞ്ഞ തവണ തീരുമാനമെടുക്കുകയും അതനുസരിച്ച് ഇറിഗേഷൻ വകുപ്പിനെ ചുമതലപ്പെടുത്തി അവർ DPR തയ്യാറാക്കി സംസ്ഥാന കേന്ദ്ര ഗവൺമെൻറ്റുകൾക്ക് സമർപ്പിച്ച് ഇതിനാവശ്യമായ പണം കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് ഞങ്ങൾ. നല്ലൊരു തുക വേണം, ചെറിയ പൈസ ഒന്നും വാങ്ങുന്നില്ല. ഇപ്പോൾ ചെയ്തിരിക്കുന്നത് ഈ പെട്ടെന്ന് ഉണ്ടാകുന്ന ഈ കടലാക്രമണത്തിന് താൽക്കാലികമായ ഒരു പ്രതിരോധം എന്ന നിലയിൽ അല്ലെങ്കിൽ താൽക്കാലികമായ ആശ്വാസം എന്ന നിലയിൽ 25 ലക്ഷം രൂപയാണ്. അത് നമ്മുടെ ജില്ലയ്ക്ക് 75 ലക്ഷം രൂപ അനുവദിച്ചിരുന്നു. അടിയന്തരമായും ഇത് ചെയ്തില്ലെങ്കിൽ അടുത്തൊരു കടലാക്രമണത്തോടു കൂടി നമുക്ക് വലിയ നഷ്ടം സംഭവിക്കാൻ സാധ്യതയുണ്ട്. വീടുകളും ജീവനും തന്നെ ഭീഷണിയായി വരുന്നതാണ്. തീരദേശത്ത് താമസിക്കുന്നവർക്ക് വലിയ ഭയത്തോടു കൂടിയാണ് അവർ നല്ല ശാസ്ത്രീയമായ രൂപത്തിൽ വേണമെങ്കിൽ കുറച്ച് പണം അധികം വേണം. അപ്പോൾ കേന്ദ്രത്തിൻ്റെ കൂടി സഹായം വേണം. സംസ്ഥാന ഗവൺമെൻറ് സഹായിക്കണം, കേന്ദ്രവും സഹായിക്കണം. ഈ രണ്ട് ഗവൺമെൻറ്റുകളും വിചാരിച്ചാൽ മാത്രമേ നടക്കും. വലിയ സ്കീം തന്നെ വേണം. ആ സ്കീം ഉണ്ടാക്കിയിട്ട് സമർപ്പിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. അതിന് പിന്നാലെ പോയി കേന്ദ്രത്തിലടക്കം ബന്ധപ്പെട്ട് ആ പണം കണ്ടെത്താനുള്ള ശ്രമം ഞങ്ങൾ നടത്തും. കാപ്പിൽ, കൊപ്പൽ, കോവൽ, ജന്മ തുടങ്ങിയ ജനസാന്ദ്രതയേറിയ തീരപ്രദേശങ്ങൾ കടലെടുത്തതായും ഈ ഭീകരമായ സാഹചര്യത്തിൽ പ്രദേശത്തെ മുഴുവൻ ജനങ്ങളുടെയും ജീവനും സ്വത്തിനും മതിയായ സംരക്ഷണം ഏർപ്പെടുത്തണമെന്നും തീരദേശ സംരക്ഷണ സമിതി അംഗം രമേശൻ കൊപ്പൽ പറഞ്ഞു. ടെട്രോപോഡ് കടൽ ഭിത്തി നിർമ്മിച്ചാൽ മാത്രമേ ഈ കടലാക്രമണത്തിന് ശാശ്വതമായ ഒരു പരിഹാരം കാണാൻ വേണ്ടി സാധിക്കൂ എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾ ഗവൺമെൻറ്റിൻ്റെ അടുത്ത് പറയുമ്പോൾ ഗവൺമെൻറ് താൽക്കാലിക ആശ്വാസമായി ജിയോ ബാഗ് 200-300 മീറ്റർ ജിയോ ബാഗ് ഇടും. അത് 2 വർഷത്തിൽ കടലെടുത്ത് കൊണ്ടുപോകും. ഈ രീതിയിലുള്ള കടൽ ഭിത്തിയല്ല ഞങ്ങൾക്ക് ആവശ്യം. ശാശ്വതമായ പരിഹാരം എന്ന നിലയിൽ ടെട്രോപോഡ് പാകിക്കൊണ്ട് ചെല്ലാനത്ത് എന്താണോ നൽകിയത് ആ രീതിയിലുള്ള കടൽ ഭിത്തി നിർമ്മിച്ചുകൊണ്ട് ഞങ്ങളുടെ പ്രദേശത്തെ ജനങ്ങളെ സംരക്ഷിക്കണമെന്നാണ് ഞങ്ങൾ സർക്കാരിനോട് പറയാനുള്ളത്. പ്രതിഷേധ സമരത്തിൽ തീരദേശ സംരക്ഷണ സമിതി ചെയർമാൻ അശോകൻ സിലോൺ അധ്യക്ഷത വഹിച്ചു. മുനി MLA KV കുഞ്ഞിരാമൻ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MK വിജയൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പുഷ്പ ശ്രീധരൻ, പഞ്ചായത്ത് അംഗങ്ങളായ PK ജലീൽ, ശകുന്തള ഭാസ്കരൻ, ചന്ദ്രൻ നാലാംവാതുക്കൽ, രാഷ്ട്രീയ പാർട്ടി നേതാക്കളായ PV രാജേന്ദ്രൻ, K ശ്രീധരൻ, K സന്തോഷ് കുമാർ, KV അപ്പു, B ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. രമേശൻ കൊപ്പൽ സ്വാഗതവും ഭാവനൻ കൊപ്പൽ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് ചെട്ടുംകുഴിയിൽ 2 വീടുകളിൽ നിന്നായി ലക്ഷങ്ങളുടെ പാൻ മസാല വേട്ട.
കഴിഞ്ഞ ദിവസം മൊഗ്രാൽ പാലത്തിന് സമീപത്ത് നിന്നും എയ്സ് വാനിൽ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ കടത്തുന്നതിനിടെ ചെട്ടുംകുഴി സ്വദേശിയായ റാഷിദ് എന്നയാൾ കുമ്പള പോലീസിന്റെ പിടിയിലായിരുന്നു. ഇയാളെ ചോദ്യം ചെയ്തതിൽ നിന്നുമാണ് ചെട്ടുംകുഴിയിലെ 2 വീടുകളിൽ നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുടെ വൻ ശേഖരം തന്നെ കണ്ടെത്തിയത്. സമീപകാലത്ത് കാസർഗോഡ് ജില്ലയിലുണ്ടായ ഏറ്റവും വലിയ പാൻ മസാല വേട്ടയാണ് വിദ്യാനഗർ ചെട്ടുംകുഴിയിലുണ്ടായത്. 2 വീടുകളിൽ നിന്നായി ലക്ഷങ്ങൾ വിലമതിക്കുന്ന പാൻ മസാല ശേഖരമാണ് വിദ്യാനഗർ പോലീസും ഡാൻസാഫും ചേർന്ന് പിടികൂടിയത്. കഴിഞ്ഞ ദിവസം എയ്സ് വാനിൽ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ കടത്തുന്നതിനിടെ ചെട്ടുംകുഴി സ്വദേശിയായ റാഷിദ് എന്നയാൾ കുമ്പള പോലീസിന്റെ പിടിയിലായിരുന്നു. രാത്രി 10 മണിയോടെ മൊഗ്രാൽ പാലത്തിന് സമീപത്ത് വെച്ച് വാഹന പരിശോധന നടത്തുന്നതിനിടെ എത്തിയ എയ്സ് വാൻ തടഞ്ഞു നിർത്തി പരിശോധിച്ചപ്പോഴാണ് പുകയില ഉൽപ്പന്നങ്ങൾ കണ്ടത്. 1,14,878 പാക്കറ്റ് പുകയില ഉൽപ്പന്നങ്ങളും 60 കിലോ പുകയില പൊടിയുമായിരുന്നു വാഹനത്തിലുണ്ടായിരുന്നത്. സംഭവത്തിൽ റാഷിദിനെതിരെ കേസെടുത്ത് ചോദ്യം ചെയ്തതിൽ ഇയാൾ പാൻ മസാല വിതരണം നടത്തുന്ന മൊത്ത കച്ചവടക്കാരനാണെന്ന് വ്യക്തമായി. വീടിന് സമീപത്തായി തന്നെ പാൻ മസാലയുടെ വൻ ശേഖരമുള്ളതായും പോലീസ് രഹസ്യമായി മനസ്സിലാക്കി. തുടർന്ന് വിദ്യാനഗർ പോലീസും ഡാൻസാഫും റാഷിദിന്റെ വീടിന് സമീപമുള്ള 2 വീടുകളിൽ പരിശോധന നടത്തുകയും ലക്ഷങ്ങൾ വിലമതിക്കുന്ന പാൻ മസാല ശേഖരം പിടികൂടുകയുമായിരുന്നു. പാൻ മസാല പിടികൂടിയ വീടുകളിലൊന്ന് റാഷിദ് വാടകയ്ക്കെടുത്തതും 2ാമത്തെ വീട് ആൾതാമസമില്ലാത്തതുമാണ്. പിടികൂടിയവയിൽ എല്ലാവിധ നിരോധിത ലഹരി ഉൽപ്പന്നങ്ങളുമുണ്ട്. പേരില്ലാത്തതുൾപ്പെടെയുള്ള പാക്കറ്റുകളിൽ പുകയില ഉൽപ്പന്നങ്ങളുണ്ട്. ഇവയുടെ കണക്ക് പോലീസ് ശേഖരിച്ചു വരുന്നതേയുള്ളൂ. ഏകദേശം 20 ലക്ഷത്തിലധികം രൂപ വിലമതിക്കുമെന്നാണ് നിഗമനം. റാഷിദിനെ കൂടാതെ മറ്റാരെങ്കിലും ഇതിന് പിന്നിലുണ്ടോ എന്ന കാര്യവും പോലീസ് പരിശോധിച്ചു വരുന്നുണ്ട്. എന്തായാലും ഇത്രയും വലിയ തോതിൽ നിരോധിത പാൻ മസാല ഉൽപ്പന്നങ്ങൾ കണ്ടെത്തിയത് പോലീസിനെയും നാട്ടുകാരെയും ഒരുപോലെ ഞെട്ടിപ്പിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഒറ്റനോട്ടത്തിൽ ഇത് തെരുവു നായ്ക്കളുടെ വിശ്രമ കേന്ദ്രമാണെന്ന് തോന്നും. എന്നാൽ സത്യം അതല്ല. ഗേറ്റും ഗേറ്റ് കീപ്പറും മറ്റ് സുരക്ഷാ സംവിധാനങ്ങളുമുള്ള ഏറ്റവും മികച്ച ചികിത്സാ സൗകര്യമുണ്ടെന്ന് പറയുന്ന കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിക്കുള്ളിലെ ദൃശ്യമാണിത്. നായ്ക്കൾ വിശ്രമിക്കുകയും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയും ചെയ്യുന്ന ഈ ദയനീയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറൽ. അത്യാധുനിക സൗകര്യങ്ങളോടെയുള്ള ആശുപത്രിയായി ഉയർന്നുവെങ്കിലും ആ പേരിനിപ്പോൾ കളങ്കം ചാർത്തുന്ന ദൃശ്യങ്ങളാണ് കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിൽ നിന്നും പുറത്തു വന്നിരിക്കുന്നത്. ആശുപത്രിക്കുള്ളിൽ തെരുവ് നായ്ക്കൾ വിശ്രമിക്കുകയും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയും ചെയ്യുന്ന ദയനീയ ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. ഡോക്ടർമാരുടെ മുറികളിലേക്ക് പോകുവാനുള്ള പ്രധാന ഇടവഴിയിൽ രോഗികൾക്ക് ഇരിക്കുവാനുള്ള ഭാഗമാണ് നായ്ക്കൾ താവളമാക്കിയത്. ഗേറ്റും ഗേറ്റ് കീപ്പറും മറ്റ് സുരക്ഷാ സംവിധാനങ്ങളും ഉണ്ടായിട്ടും ഇത്തരമൊരു അവസ്ഥയുണ്ടായത് വലിയ അനാസ്ഥയായാണ് വിലയിരുത്തപ്പെടുന്നത്. ശനിയാഴ്ച രാത്രിയോടെ ആശുപത്രിയിലെത്തിയ ഒരു സന്ദർശകയാണ് ഉള്ളിൽ നായ്ക്കൾ കയറിയ ദൃശ്യങ്ങൾ കണ്ടതെന്നാണ് വിവരം. ഇവർ ഇക്കാര്യം ആശുപത്രി ജീവനക്കാരെ അറിയിച്ചുവെങ്കിലും വേണ്ട രീതിയിൽ ഗൗനിച്ചില്ല. ഇതോടെ പ്രകോപിതയായ സന്ദർശക നായ്ക്കളുടെ ദൃശ്യങ്ങൾ പകർത്തുകയും അധികാരികൾക്ക് മുന്നിൽ സമർപ്പിക്കുകയുമായിരുന്നു. കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിലെ രാത്രികാല കാഴ്ചയാണിത്. ഇന്നലെ അപ്രതീക്ഷിതമായ ഒരു രോഗിയെയും കൊണ്ട് ചെന്നപ്പോൾ ദയനീയമായ അവസ്ഥയാണ് അവിടെ കാണാൻ സാധിച്ചത്. ഇത് നമ്മൾ അവിടുത്തെ സ്റ്റാഫിനോട് പറഞ്ഞപ്പോൾ അവിടുത്തെ കംപ്ലൈന്റ് ബോക്സിൽ പരാതി നിക്ഷേപിക്കാനാണ് പറഞ്ഞത്. 1-2 പട്ടികൾ മാത്രമല്ല, ഒരുപാട് പട്ടികൾ അവിടെ അങ്ങിങ്ങായി വിലസുന്നുണ്ട്. സർക്കാർ മേഖലയിൽ കാസർഗോഡിന്റെ തന്നെ ആരോഗ്യ സംവിധാനത്തിന് നാണക്കേടുണ്ടാക്കുന്ന ഈ ദൃശ്യങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായ രീതിയിൽ പ്രചരിക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മലയാള സാഹിത്യ മണ്ഡലത്തിലെ ബഹുമുഖ പ്രതിഭയായിരുന്ന പ്രൊഫസർ ഇബ്രാഹിം ബേവിഞ്ചയെ കാസർഗോഡ് അനുസ്മരിച്ചു. 2ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് കോലായി ലൈബ്രറിയും ബേവിഞ്ച ഫൗണ്ടേഷനും സംയുക്തമായി ആ പാദമുദ്രകൾ മായിലൊരിക്കലും എന്ന പേരിലാണ് അനുസ്മരണ ചടങ്ങ് സംഘടിപ്പിച്ചത്. അനുസ്മരണങ്ങളാണ് ഒരു എഴുത്തുകാരന് കിട്ടുന്ന ഏറ്റവും വലിയ അംഗീകാരമെന്ന് മുഖ്യപ്രഭാഷണം നടത്തവേ പ്രൊഫസർ KP ജയരാജൻ പറഞ്ഞു. മലയാള വിമർശന സാഹിത്യത്തിൽ ശ്രദ്ധേയമായ അടയാളപ്പെടുത്തലുകൾ നടത്തിയ എഴുത്തുകാരനും അധ്യാപകനും സാംസ്കാരിക പ്രവർത്തകനുമായിരുന്ന പ്രൊഫസർ ഇബ്രാഹിം ബേവിഞ്ചയുടെ 2ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് കോലായി ലൈബ്രറിയും ബേവിഞ്ച ഫൗണ്ടേഷനും സംയുക്തമായി ആ പാദമുദ്രകൾ മായിൽ ഒരിക്കലും എന്ന പേരിൽ അനുസ്മരണ ചടങ്ങ് സംഘടിപ്പിച്ചു. കാസർഗോഡിൻ്റെ ചരിത്രപരമായ സാമൂഹിക സാംസ്കാരിക പ്രശ്നങ്ങളെ അടയാളപ്പെടുത്തും വിധം നിരന്തരം എഴുതിയും ഇടപെട്ടും കൊണ്ടിരുന്ന ഇബ്രാഹിം ബേവിഞ്ചയുടെ എഴുത്തുകളും ഓർമ്മകളും ചടങ്ങിൽ പങ്കെടുത്തവർ അനുസ്മരിച്ചു.
കാസർഗോഡ് സിറ്റി ടവർ ഹാളിൽ വെച്ച് നടന്ന അനുസ്മരണ ചടങ്ങിൽ നീലേശ്വരം മുൻ നഗരസഭാ ചെയർമാനും കണ്ണൂർ യൂണിവേഴ്സിറ്റി മുൻ പരീക്ഷാ കൺട്രോളറുമായ പ്രൊഫസർ കെ.പി. ജയരാജൻ മുഖ്യ പ്രഭാഷണം നടത്തി. അധ്യാപകൻ, കോളമിസ്റ്റ്, ഗ്രന്ഥകാരൻ തുടങ്ങിയ നിലകളിൽ ശ്രദ്ധേയനായിരുന്ന ഇബ്രാഹിം ബേവിഞ്ച മാഷ് മലയാള സാഹിത്യ നിരൂപണ ശാഖയിൽ സ്വന്തമായി ഒരിടം കണ്ടെത്തിയ പ്രതിഭാധനനായിരുന്നുവെന്നും ഉത്തര കേരളത്തിൽ നിന്നും മലയാള വിമർശന ഭൂമികയിലേക്ക് പ്രവേശിച്ച അദ്ദേഹം സാംസ്കാരിക സമന്വയത്തിൻ്റെയും സനാതന മൂല്യബോധത്തിൻ്റെയും ശക്തനായ വക്താവായി നിലയുറപ്പിക്കുകയും ചെയ്ത അതുല്യ പ്രതിഭയായിരുന്നുവെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. സത്യത്തെ മുറുകെ പിടിക്കുവാനും നീതിയുടെ ഭാഷ എന്നും ഹൃദയത്തിൽ സൂക്ഷിക്കുവാനും എല്ലാ കാലയളവിലും ഒരാൾക്ക് സാധിക്കുന്നു എന്ന് പറയുന്നത് ഒരു മഹത് വ്യക്തിത്വത്തിൻ്റെ ഉടമക്ക് മാത്രം സാധിക്കുന്ന ഒരു കാര്യമാണ് എന്ന് ഇബ്രാഹിമിനെ പ്രീ ഡിഗ്രി ക്ലാസ്സിൽ വെച്ച് കണ്ട സർഗസംവാദം എന്ന് പറയുന്ന മലമ്പുഴയിലെ യൂണിവേഴ്സിറ്റി യൂണിയൻ്റെ ആ സർഗാത്മക 3 ദിവസത്തെ പരിപാടിയിൽ കണ്ട, പിന്നീട് കാസർഗോഡ് കോളേജിലെ സ്റ്റാഫ് റൂമിൻ്റെ അകത്ത് വെച്ച് കണ്ട, യൂണിവേഴ്സിറ്റിയിലെ ഈ അന്വേഷണ കമ്മീഷന് മുമ്പാകെ കണ്ട ഇബ്രാഹിം എന്നും സത്യത്തിൻ്റെ കൂടെ നിൽക്കുന്ന, നീതിയുടെ കൂടെ നിൽക്കുന്ന ഒരു പച്ച മനുഷ്യനായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാസർഗോഡ് നഗരസഭാ കൗൺസിലറും PA കോളേജ് ഓഫ് എഡ്യൂക്കേഷന്റെ മുൻ അഡ്മിനിസ്ട്രേറ്ററുമായ KM ഹനീഫ് അധ്യക്ഷത വഹിച്ചു. സ്കാനിയ ബെദിര, റഫീഖ് നങ്ങാരത്ത്, അസൈനാർ തോട്ടുംഭാഗം, നാരായണൻ പേരിയ, TA ഷാഫി, ബാലകൃഷ്ണൻ ചെർക്കള, രവീന്ദ്രൻ പാടി, CL ഹമീദ്, MP ജിൽജിൽ, രാഘവൻ വെള്ളിപ്പാടി, KK അബ്ദു കാവുഗോളി, കരീം ചൗക്കി, സുലേഖ മാഹിൻ, ഷബാന ബേവിഞ്ച എന്നിവർ ഇബ്രാഹിം ബേവിഞ്ച മാഷിനെ അനുസ്മരിച്ച് സംസാരിച്ചു. ഷാഫിയെ നെല്ലിക്കുന്ന് വരച്ച ബേവിഞ്ച മാഷിൻ്റെ ഛായാചിത്രം കുടുംബാംഗങ്ങൾക്ക് കൈമാറി. ചടങ്ങിൽ കാസർഗോട്ടെ കലാ, സാഹിത്യ, സാംസ്കാരിക മേഖലകളിലുള്ള നിരവധി പേർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. സെപക് താക്രോയ്ക്കായി തൃക്കരിപ്പൂർ കേന്ദ്രീകരിച്ച് രൂപീകൃതമായ പ്രഥമ ഫായിക താക്രോ അക്കാദമിയുടെ പ്രവർത്തനം ആരംഭിച്ചു. ഇളമ്പച്ചിയിൽ നടന്ന ചടങ്ങിൽ തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VK ബാവ ഉദ്ഘാടനം ചെയ്തു. വിവിധ പ്രായപരിധിയിലുള്ളവർക്കായി ശാസ്ത്രീയമായ സ്ഥിരം പരിശീലനത്തിന് സൗകര്യമൊരുക്കുന്നതിനായി ആദ്യമായാണ് സെപക് താക്രോ അക്കാദമി രൂപീകൃതമായത്. ഉദ്ഘാടന ചടങ്ങിന് മുന്നോടിയായി ബാക്കിനുമുക്കിൽ നിന്നും വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ കായിക താരങ്ങളും സംഘാടകരും അണിനിരന്ന ഘോഷയാത്രയും നടന്നു. ഇളമ്പച്ചിയിൽ നടന്ന ചടങ്ങിൽ തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VK ബാവ ഫായിക താക്രോ അക്കാദമിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. അവർക്ക് നേട്ടം കൈവരിക്കാൻ സാധിക്കുമെങ്കിൽ പിന്നീട് ആവാസം ലഭിക്കണമെന്ന് ഒരുപാട് ആൾ കടന്നു വരുമ്പോൾ അതിന് ചാൻസ് നഷ്ടപ്പെട്ടു. അതുകൊണ്ട് തന്നെ ഇപ്പൊ ആരംഭത്തിൽ തന്നെ ഇതിന്റെ ആവശ്യമായ സഹായങ്ങൾ ചെയ്ത് ഇത് വളർത്തിക്കൊണ്ടുവന്ന് നല്ല ഒരു കാരണമായി മാറ്റിവരാൻ ആവശ്യമായ പ്രവർത്തനത്തിന് വായിക്കുകയും അതുപോലെ ജില്ലാ സർക്കാർ അസോസിയേഷൻ തീരുമാനിച്ച സ്ഥിതിക്ക് ആ അവസരം പരമാവധി വിദ്യാർത്ഥികൾ ഉപയോഗപ്പെടുത്തുന്നതെന്നാണ് എനിക്ക് സൂചിപ്പിക്കുന്നത്. സംഘാടക സമിതി ചെയർമാൻ VPP മുസ്തഫ അധ്യക്ഷത വഹിച്ചു. ഫായിക അക്കാദമി മാനേജിംഗ് ഡയറക്ടർ അബ്ദുൽ സലാം അഹമ്മദ് അബ്ദുള്ള മുഖ്യാതിഥിയായിരുന്നു. സംഘാടക സമിതി കൺവീനർ C സുനിൽകുമാർ, ദേശീയ പരിശീലകനും സെപക് താക്രോ അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറിയുമായ KV ബാബു, സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ അംഗങ്ങളായ TV ബാലൻ, K മധുസൂദനൻ, ജില്ലാ സ്പോർട്സ് കൗൺസിൽ വൈസ് പ്രസിഡന്റ് PP അശോകൻ, സെപക് താക്രോ സംസ്ഥാന പരിശീലകൻ MTP ബഷീർ, തൃക്കരിപ്പൂർ ഫാമേഴ്സ് ബാങ്ക് പ്രസിഡന്റ് VV വിജയൻ, ഫായിക മാനേജർ M മുജീബ് റഹ്മാൻ, VV കൃഷ്ണൻ, ഡോക്ടർ K സുധാകരൻ, T അമീർ ഹാജി എന്നിവർ സംസാരിച്ചു. തുടർന്ന് സെപക് താക്രോ പ്രദർശന മത്സരവും നടന്നു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. തൃക്കരിപ്പൂർ കേന്ദ്രമായി പ്രവർത്തിച്ചു വരുന്ന MP ജോസഫ് ജ്ഞാനകേന്ദ്രയുടെ നേതൃത്വത്തിലുള്ള KM മാണി സ്മാരക കാരുണ്യ സൗജന്യ IAS അക്കാദമിയുടെ 3ാമത് ബാച്ചിന്റെ പരിശീലനം തുടങ്ങി. തൃക്കരിപ്പൂരിൽ നിന്ന് ഒരു ജില്ലാ കളക്ടർ എന്ന ലക്ഷ്യത്തെ മുൻനിർത്തി നടന്നുവരുന്ന പരിശീലനത്തിന്റെ ഉദ്ഘാടനം ചന്ദേര പോലീസ് ഇൻസ്പെക്ടർ K പ്രശാന്ത് നിർവഹിച്ചു. റിട്ടയർഡ് അഡീഷണൽ ചീഫ് സെക്രട്ടറി MP ജോസഫിന്റെ നേതൃത്വത്തിലാണ് സൗജന്യ പരിശീലനം നൽകി വരുന്ന അക്കാദമി പ്രവർത്തിക്കുന്നത്. KM മാണി സ്മാരക കാരുണ്യ സൗജന്യ IAS അക്കാദമിയുടെ 3ാമത്തെ ബാച്ചിലേക്ക് തിരഞ്ഞെടുത്ത 60 വിദ്യാർത്ഥികൾക്കാണ് പ്രാഥമികഘട്ട പരിശീലനം നൽകുന്നത്. മുജമ്മൽ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി ചന്ദേര പോലീസ് ഇൻസ്പെക്ടർ K പ്രശാന്ത് ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ നാട്ടിൽ നിന്ന്
ഈ നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണചക്രം നിയന്ത്രിക്കാൻ IAS-കാരും IPS-കാരും ഉയർന്നു വരേണ്ടതുണ്ട്. കാഞ്ഞങ്ങാട് നിന്ന് വരാമെങ്കിൽ നിതിൻ രാജ് സാർ കണ്ണൂർ റൂറൽ SP ആണ്. തൃക്കരിപ്പൂരിൽ നിന്ന് വരട്ടെ, ചന്ദേര പോലീസ് സ്റ്റേഷനിൽ നിന്ന് വരട്ടെ. തീർച്ചയായിട്ടും അത് നമുക്ക് ആവശ്യമാണ്. പയ്യന്നൂരിൽ നിന്നൊക്കെ വന്നു. അക്കാദമി ചെയർമാൻ MP ജോസഫ് അധ്യക്ഷത വഹിച്ചു. USS NMMS പരീക്ഷകളിൽ സ്കോളർഷിപ്പ് നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ അനുമോദിച്ചു. K. ശ്രീധരൻ മാസ്റ്റർ, KV രാഘവൻ മാസ്റ്റർ, അഡ്വക്കേറ്റ് MTP കരീം, ജാബിർ സക്കാഫി, EV ദാമോദരൻ, P. ശശിധരൻ മാസ്റ്റർ, P. അബ്ദുൽ ബാസിത്തി എന്നിവർ സംസാരിച്ചു. തുടർന്ന് നടന്ന സിവിൽ സർവീസ് ഓറിയന്റേഷൻ ക്ലാസ്സിന് ഡോക്ടർ EK ജാബിർ വടകര നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. SC/ST എംപ്ലോയീസ് പെൻഷനേഴ്സ് വെൽഫെയർ ഓർഗനൈസേഷൻ കാസർഗോഡ് ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അനുമോദന പരിപാടി സംഘടിപ്പിച്ചു. NA നെല്ലിക്കുന്ന് MLA ഉദ്ഘാടനം ചെയ്തു. SC/ST എംപ്ലോയീസ് പെൻഷനേഴ്സ് വെൽഫെയർ ഓർഗനൈസേഷൻ കാസർഗോഡ് ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വിദ്യാനഗർ അസാബ് കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ എക്സലൻസ് അവാർഡ് വിതരണ പരിപാടി സംഘടിപ്പിച്ചു. SC/ST വിഭാഗത്തിൽപ്പെട്ട വിവിധ മേഖലയിൽ കഴിവ് തെളിയിച്ച 50ഓളം പ്രതിഭകളെ ചടങ്ങിൽ ആദരിച്ചു. NA നെല്ലിക്കുന്ന് MLA പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഇപ്പോൾ ലോകത്ത് ഇത്രമാത്രം ജാതികൾ, മതങ്ങൾ, അതുപോലെ തന്നെ സംസ്കാരങ്ങൾ, ഭാഷകളുള്ള ഒരു രാജ്യം ഇന്ത്യയല്ലാതെ ലോകത്ത് നമുക്ക് കാണാൻ സാധിക്കില്ല. എന്നിട്ട് നമുക്ക് ഇവിടെ ഒരമ്മ പെറ്റ മക്കളെപ്പോലെ ഇങ്ങനെ സഹോദരന്മാരായി ജീവിക്കാൻ സാധിക്കുന്നു. എന്തുകൊണ്ടാണ് ഇത് സാധിക്കുന്നത്? ഇത് സാധിക്കുന്നത് നമ്മുടെ ഭരണഘടനയുടെ കരുത്തുകൊണ്ടാണ്. ആ ഭരണഘടന നമുക്ക് സമ്മാനിച്ചതാരാണ്? ഡോക്ടർ അംബേദ്കറാണ്. അപ്പം അംബേദ്കറുടെ ഓർമ്മ നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ വേണം. നമ്മുടെ മതേതരത്വവും നമ്മുടെ ജനാധിപത്യവും നമ്മുടെ രാജ്യം തന്നെ നിലനിൽക്കുന്നത് മനോഹരമായ ഒരു ഭരണഘടന ഡോക്ടർ അംബേദ്കർ നമുക്ക് സമ്മാനിച്ചത് കൊണ്ടാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ചടങ്ങിൽ SC/ST എംപ്ലോയീസ് ഓർഗനൈസേഷൻ കാസർഗോഡ് ഏരിയ പ്രസിഡന്റ് ശങ്കർ നെല്ലിക്കട്ടെ അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ ജില്ലാ പ്രസിഡന്റ് M. സുനിൽകുമാർ, സിനിമാ സംവിധായകൻ ചന്ദ്രൻ നരിക്കോട്, ഹരീഷ് ചന്ദ്ര, മാധവ മാസ്റ്റർ തെക്കേക്കര, രാജീവൻ, രാമപ്പ മഞ്ചേശ്വരം, കൃഷ്ണപ്പ മാസ്റ്റർ, ഗണേഷ് കുമ്പള, രാഘവൻ ഉദുമ, സുന്ദര മാസ്റ്റർ, പ്രൊഫസർ സുജാത ശിവ, രാധാകൃഷ്ണ K. ഉളിയത്തടുക്ക എന്നിവർ സംസാരിച്ചു. SC/ST EPWO കാസർഗോഡ് ഏരിയ സെക്രട്ടറി CK ഗണേഷ് സ്വാഗതവും ഏരിയ വൈസ് പ്രസിഡന്റ് വസന്ത ചാപ്പാടി നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മുബാറക് സിൽക്സ് 75ന്റെ നിറവിൽ വിശ്വാസത്തിന്റെ പ്രകാശം പരത്തി ജനഹൃദയങ്ങളിൽ ഇടം നേടിയ മുബാറക് സിൽക്സ് ഇനി കാസർഗോഡിന്റെ വസ്ത്രവ്യാപാര രംഗത്ത് പകരം വയ്ക്കാനില്ലാത്ത നാമമാണ്. 75ാം വാർഷിക പരിപാടികൾ സംഘടിപ്പിക്കുന്നതിന്റെ തുടക്കമായി പ്രൗഢമായ ചടങ്ങിൽ ലോഗോ പ്രകാശനം ചെയ്തു. NA നെല്ലിക്കുന്ന് MLA ലോഗോ പ്രകാശനം നിർവഹിച്ചു. 1950-ൽ കാസർഗോഡ് ഒരു ജില്ലയായി രൂപം പ്രാപിക്കുന്നതിനു മുൻപേ ഒരു ചെറിയ പട്ടണത്തിൽ മുഹമ്മദ് മുബാറക് ഹാജിയുടെ ദീർഘവീക്ഷണവും പ്രതിബദ്ധതയും ചേർന്നതായിരുന്നു മുബാറക് ടെക്സ്റ്റൈൽസ് എന്ന സ്ഥാപനത്തിൻ്റെ തുടക്കം. ഒരു നാട് ഇരുകൈയും നീട്ടി വരവേറ്റ ആ സംരംഭം ഇന്ന് 7.5 പതിറ്റാണ്ടുകൾ പിന്നിട്ട് തലമുറകളിലൂടെ തിളങ്ങി മുന്നേറുന്ന ഒരു വിജയകഥയായി മാറിയിരിക്കുകയാണ്. മുഹമ്മദ് മുബാറക് ഹാജിയുടെ 3ാം തലമുറക്കാരായ പേരമക്കൾക്കൊപ്പം മകൻ അബൂ മുബാറക്കിൻ്റെ നേതൃത്വം കൂടി ചേർന്ന് കാലഘട്ടത്തിൻ്റെ മാറ്റങ്ങളുമായി മുബാറക് സിൽക്സിൻ്റെ ജൈത്രയാത്ര തുടരുകയാണ്. പുതുമകളിലൂടെ മുബാറക് സിൽക്സ് നിരവധി ഉപഭോക്താക്കൾക്ക് സംതൃപ്തിയേകുകയും റീറ്റെയിൽ പ്രൊഡക്ഷൻ വിതരണ മേഖലകളിൽ ശക്തമായ സാന്നിധ്യമായി ഉയരുകയും ചെയ്തു. കാസർഗോഡും കാഞ്ഞങ്ങാട്ടുമായി നിലവിലുള്ള ഷോറൂമുകൾ വിവിധ ബ്രാൻഡുകളിലായി വിപുലമായ വിതരണ ശൃംഖലകളോടെ മുന്നേറുകയാണ്. 75 വർഷത്തെ പുരോഗതിയും പാരമ്പര്യവും ആഘോഷിക്കുമ്പോൾ ഏറ്റവും മികച്ച ഉപഭോക്തൃ സേവനം, വിട്ടുവീഴ്ചയില്ലാത്ത ഗുണനിലവാരം എന്നിവയാണ് മുബാറക് സിൽക്സിൻ്റെ സവിശേഷതകൾ. 75ാം വാർഷിക പരിപാടികൾ സംഘടിപ്പിക്കുന്നതിൻ്റെ തുടക്കമായി പ്രൗഢമായ ചടങ്ങിൽ ലോഗോ പ്രകാശനം നടത്തി. NA നെല്ലിക്കുന്ന് MLA NA അബൂബക്കറിന് ലോഗോ കൈമാറിയാണ് പ്രകാശനം നിർവഹിച്ചത്. കാസർഗോഡ് പ്രമുഖർ വൈകുന്നേരങ്ങളിൽ സമ്മേളിച്ചിരുന്ന ഒരു വേദിയായിരുന്നു മുബാറക് ടെക്സ്റ്റൈൽസ്. കാസർഗോഡിൻ്റെ എല്ലാ മേഖലകളിലെയും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ ഉപയോഗപ്പെടുത്തിയ വേദിയായിരുന്നു അത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇന്നിപ്പോൾ കാസർഗോഡ് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായി, ഒരുപാട് സ്ഥാപനങ്ങൾ വന്നു. പക്ഷേ
സാധാരണക്കാരായ ജനങ്ങളുടെ ഹൃദയങ്ങളിൽ ഇപ്പോഴും ജീവിക്കുന്നത്, സാധാരണക്കാരായ ജനങ്ങളുടെ ഹൃദയങ്ങളിൽ ഇപ്പോഴും ഉള്ളത് ഈ പഴയ കാലത്തെ സ്ഥാപനങ്ങളാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഓൾഡ് ഈസ് ഗോൾഡ് എന്ന് പറയാറുണ്ട്. അതിനാർക്കും മായ്ച്ചു കളയാൻ പറ്റില്ല. അബു മുബാറക് അധ്യക്ഷത വഹിച്ചു. മുബാറക്കിൻ്റെ 75ാം വാർഷികം കൊണ്ടാടുന്ന ഈ വേളയിൽ ഈ ഒരു വർഷം ഓഗസ്റ്റ് 1 മുതൽ ജൂലൈ 31 വരെയുള്ള ഒരു പ്രോഗ്രാം ഞങ്ങൾ ഫിക്സ് ചെയ്തു. അതിൻ്റെ തുടക്കം എന്ന നിലയ്ക്ക് ഇന്ന് ലോഗോ പ്രകാശനമായിരുന്നു. ഇനി ഈ ഒരു വർഷം പല പരിപാടി ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ആ പ്ലാനോട് ഈ ഒരു വർഷം നിങ്ങളെല്ലാവരും ഇതുവരെ ഞങ്ങൾ സഹകരിച്ചിട്ടുണ്ട്. എല്ലാവരും സഹകരിച്ചതിന് എല്ലാവർക്കും നന്ദിയുണ്ട്. ഇനി മേലിലും ഇന്നെല്ലാ സഹകരണങ്ങളും ഇതും ജനങ്ങളുടെ ഭാഗത്തു നിന്ന് നമുക്ക് ഉണ്ടാവണം. റഹീം ചൂരി സ്വാഗതം പറഞ്ഞു. ചടങ്ങിൽ പഴയകാല വസ്ത്ര വ്യാപാരികളായ മൊയ്തീൻ കുഞ്ഞി, സുൽസൻ, ജനാർദ്ദനൻ, കണ്ണൻസ് എന്നിവരെ ആദരിച്ചു. പ്രമുഖ വ്യക്തിത്വങ്ങളായ മുജീബ് ഉത്തരദേശം, AM കടവത്ത്, കമാൽ ചാപ്പക്കൽ, ജോയ് ആർട്ടിക്, ചന്ദ്രമോഹൻ മനോരമ, പാതൂർ കോംപ്ലക്സിലെ വ്യാപാരികൾ, മുബാറക്കിൻ്റെ കുടുംബാംഗങ്ങൾ, സ്റ്റാഫ് അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കേരള മാപ്പിള കലാ അക്കാദമി ഇശൽക്കൂട്ടം കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഇശൽക്കൂട്ടം മീറ്റ് സംഘടിപ്പിച്ചു. കേരള മാപ്പിള കലാ അക്കാദമി ജില്ലാ വൈസ് പ്രസിഡന്റ് MA നജീബ് ഉദ്ഘാടനം ചെയ്തു. കേരള മാപ്പിള കലാ അക്കാദമി ഇശൽക്കൂട്ടം കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ഇശൽക്കൂട്ടം മീറ്റ് പരിപാടി ശ്രദ്ധേയമായി. ഇശൽക്കൂട്ടം മീറ്റ് കേരള മാപ്പിള കലാ അക്കാദമി ജില്ലാ വൈസ് പ്രസിഡന്റ് MA നജീബ് ഉദ്ഘാടനം ചെയ്തു. ഇശൽക്കൂട്ടം ജില്ലാ പ്രസിഡന്റ് ഇർഷാദ് ഹുദവി അധ്യക്ഷത വഹിച്ചു. ഇശൽക്കൂട്ടം സംസ്ഥാന ട്രഷറർ മൂസ ബാസിദ് സ്വാഗതം പറഞ്ഞു. കേരള മാപ്പിള കലാ അക്കാദമി ജില്ലാ സെക്രട്ടറി ZA മൊഗ്രാൽ മുഖ്യ പ്രഭാഷണം നടത്തി. ധർമ്മപാലൻ ദാരിലത്ത്, ലത്തീഫ് ഫാദൂർ, സജീർ ബെദിര, ഹാഷിർ മൊയ്തീൻ, നിസാർ കമ്പാർ, മുഹമ്മദ് ആഷിഖ്, അസീം നെല്ലിക്കുന്ന്, ഇബ്രാഹിം ബാത്തിഷ, നൌഫൽ നെല്ലിക്കുന്ന്, മെഹ്റൂഫ് ആസാദ് നഗർ, നവാസ്, ബഷീർ ചേരങ്കൈ, മുഹമ്മദ് സർഫറാസ് ചെർക്കള, മുഹമ്മദ് തമീം, മുഹസിൻ ഷമ്മാസ് തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. INL ബ്ലാർകോട് റെസ്ക്യൂ ടീം ബ്ലാർകോട് പ്രദേശം ശുചീകരിച്ചു. സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന്റെയും നബിദിനാഘോഷത്തിന്റെയും ഭാഗമായാണ് ശുചീകരണം നടത്തിയത്. ഇരുവശത്തും കാടുകൾ വളർന്ന് പന്തലിച്ച നിലയിലായിരുന്നു ബ്ലാർകോട് പ്രദേശത്തെ റോഡ്. ഇതുവഴി നടന്നുപോകുന്ന കാൽനട യാത്രക്കാർക്കും മദ്രസയിലേക്കും സ്കൂളുകളിലേക്കും പോകുന്ന കുട്ടികൾക്കും ഇത് വലിയ രീതിയിലുള്ള പ്രതിസന്ധിയായിരുന്നു സൃഷ്ടിച്ചിരുന്നത്. കാടുമൂടിയ പ്രദേശം ഇഴജന്തുക്കളുടെയും വിഹാര കേന്ദ്രമായിരുന്നു. ഈ സാഹചര്യത്തിലാണ് INL ബ്ലാർകോട് റെസ്ക്യൂ ടീം ബ്ലാർകോട് പ്രദേശം ശുചീകരിച്ചത്. കാട് വെട്ടിത്തെളിച്ച് പ്രദേശം മുഴുവനായും പ്രവർത്തകർ ശുചീകരിച്ചു. INL നേതാവ് സൂപ്പർ മുഹമ്മദ് കുഞ്ഞി ശുചീകരണം ഉദ്ഘാടനം ചെയ്തു. INL റെസ്ക്യൂ ടീം അംഗങ്ങളായ നൌഷാദ് ബള്ളീർ, സമദ് പട്ടാണി തുടങ്ങിയവർ ശുചീകരണത്തിന് നേതൃത്വം നൽകി. INL റെസ്ക്യൂ ടീമിൻ്റെ ഈ മാതൃകാപരമായ പ്രവർത്തനത്തെ ബ്ലാർകോട് പ്രദേശവാസികൾ അഭിനന്ദിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. തൃക്കരിപ്പൂർ ഒളവറ മുണ്ടക്കാവ് ദേവസ്വം ആധ്യാത്മിക കമ്മിറ്റി നേതൃത്വത്തിൽ വർത്തമാനകാലത്തിൽ രാമായണത്തിന്റെ പ്രസക്തി എന്ന വിഷയത്തിൽ പ്രഭാഷണവും രാമായണ പ്രശ്നോത്തരിയും നടത്തി. കക്കുന്നം പത്മനാഭൻ പണിക്കർ പ്രഭാഷണം നടത്തി. രാമായണ മാസാചരണ ഭാഗമായാണ് പ്രഭാഷണവും പ്രശ്നോത്തരിയും സംഘടിപ്പിച്ചത്. ഒളവറ മുണ്ടക്കാവിൽ വർത്തമാനകാലത്തിൽ രാമായണത്തിന്റെ പ്രസക്തി എന്ന വിഷയത്തിൽ കക്കുന്നം പത്മനാഭൻ പണിക്കർ പ്രഭാഷണം നടത്തി. എനിക്കത് ചോദിക്കാനൊന്നും പോകാൻ കഴിയില്ലാന്ന് അന്ന് രത്നാകരൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാമായണമില്ല. മന്ധര അന്ന് രാത്രി ഇടപെട്ടില്ലെങ്കിൽ രാമായണമില്ല. ശ്രീരാമൻ ചക്രവർത്തിയായി പിറ്റേന്ന് അവള് പട്ടാഭിഷേകം നടത്തിയെന്ന് വിചാരിക്കാം. പിറ്റേത്തെ കൊല്ലം ശ്രീരാമന്റെ ചക്രവർത്തിയുടെ 1ാം വാർഷികം, അതിന്റെ പിറ്റേത്തെ കൊല്ലം 2ാം വാർഷികം, അതിന് 50ആകുമ്പോൾ സിൽവർ ജൂബിലിയോ, അങ്ങനെ ഒരു ദിവസം മനോരമ പാത്രത്തിൽ കേൾക്കാം ശ്രീരാമൻ ഈ ലോകത്തോട് വിട പറഞ്ഞു. ഇതൊക്കെ കൂട്ടി എഴുതി കഴിഞ്ഞാൽ എത്ര പേജ് ഉണ്ടാവും? ഒരു 10 പേജ്. ആ 10 പേജ് കൊണ്ട് നമുക്ക് എന്തെങ്കിലും സന്ദേശം തരാൻ പറ്റുമോ? ഒരു മെസ്സേജും തരാൻ പറ്റില്ല. അപ്പൊ ഇതിന് മനസ്സിലാക്കാം, ഈ മെസ്സേജുകൾ, ഈ സന്ദേശങ്ങളൊക്കെ നമ്മുടെ മനസ്സിന്റെ കാലുഷ്യങ്ങളെ ത്രാണനം ചെയ്യാൻ വേണ്ടി KP മുകുന്ദൻ അധ്യക്ഷത വഹിച്ചു. P സുദർശനൻ സംസാരിച്ചു.
അഡ്വക്കേറ്റ് അനിൽകുമാർ പിലാത്തറയുടെ നേതൃത്വത്തിൽ നടത്തിയ രാമായണം പ്രശ്നോത്തരിയിൽ PV സുഭിത 1ാം സ്ഥാനം നേടി. AV രാധാമണിക്കാണ് 2ാം സ്ഥാനം. VM കുഞ്ഞിരാമൻ, രാധാ മുകുന്ദൻ എന്നിവർ 3ാം സ്ഥാനം പങ്കിട്ടു. രാമായണ മാസാചരണ സമാപനത്തിൽ വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്യും. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. ഉദ്യാവരം 1000 ജമാഅത്തിന്റെ പ്രവാസി സംഘടനയായ ഉദ്യാവര ദുബായ് കമ്മിറ്റിയും ദേർലക്കട്ട കണച്ചൂർ ആശുപത്രിയും സംയുക്തമായി ഉദ്യാവര അൽ സഖാഫ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ഉദ്യാവര 1000 ജമാഅത്ത് പ്രസിഡന്റ് സയ്യിദ് സൈഫുള്ള തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. സൗജന്യ മെഡിക്കൽ ക്യാമ്പിൽ ജനറൽ മെഡിസിൻ, ആസ്മ സംബന്ധമായ രോഗങ്ങൾ, ക്യാൻസർ ചികിത്സ, പീഡിയാട്രിക് സർജറി, അസ്ഥി സന്ധി വിഭാഗം, നട്ടെല്ല് ചികിത്സ, കാൽമുട്ട് ചികിത്സ, അപ്പൻഡിക്സ്, അൾസർ, ഹെർണിയ, ഹെമറോയിഡുകൾ, ഗർഭാശയ ട്യൂമർ, ചെവി, മൂക്ക്, തൊണ്ട, തൈറോയിഡ്, ആർത്രൈറ്റിസ്, വയറുവേദനാ രോഗങ്ങൾ, വെരിക്കോസ് സിരകൾ, നാഡീ ചികിത്സ, ഡെർമറ്റോളജി ഉൾപ്പെടെയുള്ള വിഭാഗങ്ങളുടെ സേവനം ലഭ്യമായിരുന്നു. ക്യാമ്പിൽ മരുന്നുകളും സൗജന്യമായി നൽകി. ഇതോടൊപ്പം സൗജന്യ അഭ കാർഡ് രജിസ്ട്രേഷനും നടത്തി. ഉദ്യാവര 1000 ജമാഅത്ത് പ്രസിഡന്റ് സയ്യിദ് സൈഫുല്ല തങ്ങൾ മെഡിക്കൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ഈ മെഡിക്കൽ ക്യാമ്പിലൂടെ നാട്ടുകാരായ സാധാരണക്കാരായ ആൾക്കാർക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് നമ്മൾ നടത്തുന്നത്. ഇതിനുശേഷം ഇവിടെ ഒരു കാർഡ് നൽകപ്പെടും. ആ കാർഡ് കൊണ്ട് കണച്ചൂർ മെഡിക്കൽ കോളേജിൽ പോയി കഴിഞ്ഞാൽ അവർക്ക് ഡയഗ്നോസിസ് മേഖലയിൽ ഒരു ഭാരിച്ച 70% ഡിസ്കൗണ്ടുകളും നൽകപ്പെടുന്നതാണ്. ഉദ്യാവര ദുബായ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് അബ്ദുൽ ഗഫൂർ ഗുച്ചി അധ്യക്ഷത വഹിച്ചു. അബൂബക്കർ സിദ്ദിഖ് ഉദ്യാവര, സലീം ഉദ്യാവര, മുക്താർ എ, റിയാസ് ഉദ്യാവര, മുൻതാസ് സമീറ തുടങ്ങി നിരവധി പ്രമുഖർ സംബന്ധിച്ചു. അൽ സഖാഫ് സ്കൂൾ മാനേജർ മമ്മുഞ്ഞി സ്വാഗതവും കണച്ചൂർ ആശുപത്രി PRO അബ്ദുല്ല അക്കര നന്ദിയും പറഞ്ഞു. 100 കണക്കിന് പേർ ക്യാമ്പിൽ പങ്കെടുത്ത് സേവനം പ്രയോജനപ്പെടുത്തി. കഴിഞ്ഞ നിരവധി വർഷങ്ങളായി ഉദ്യാവര ദുബായ് കമ്മിറ്റി സൗജന്യ മെഡിക്കൽ ക്യാമ്പുകൾ നടത്തി വരുന്നുണ്ട്. ഇതോടൊപ്പം വിദ്യാഭ്യാസത്തിന് ബുദ്ധിമുട്ട് നേരിടുന്ന കുടുംബങ്ങളെ തിരിച്ചറിയുകയും അവരുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിനാവശ്യമായ സഹായവും സഹകരണവും നൽകുകയും ചെയ്യുന്നു. കൂടാതെ രോഗികൾക്കുള്ള വൈദ്യസഹായം, നിർധന കുടുംബങ്ങൾക്ക് സാമ്പത്തിക സഹായം എന്നിവയുൾപ്പെടെ വിവിധ സാമൂഹിക പ്രവർത്തനങ്ങളും നടത്തിവരുന്നു. കായിക മേഖലയിൽ യുവ പ്രതിഭകളെ കണ്ടെത്തി അവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. അബ്ദുൽ റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. തളങ്കര യത്തീംഖാനയിൽ വിദ്യാർത്ഥികൾക്കായി ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. തളങ്കര കോസ്റ്റൽ പോലീസ് സ്റ്റേഷനിലെ SI രാജീവൻ ഉദ്ഘാടനം ചെയ്തു. തളങ്കര യത്തീംഖാനയിൽ വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ച ബോധവൽക്കരണ ക്ലാസ് ശ്രദ്ധേയമായി. കുട്ടികളുടെ സംശയങ്ങൾ ദൂരീകരിക്കുന്നതിനും വിവിധ കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായ അറിവ് നൽകുന്നതുമായി ബോധവൽക്കരണ ക്ലാസ് മാറി. തളങ്കര കോസ്റ്റൽ പോലീസ് സ്റ്റേഷനിലെ SI രാജീവൻ ബോധവൽക്കരണ ക്ലാസ് ഉദ്ഘാടനം ചെയ്തു. നല്ല പുസ്തകങ്ങൾ വായിച്ച് സമൂഹത്തിനും കുടുംബത്തിനും മാതൃകയാകുവാൻ വിദ്യാർത്ഥികൾ മുന്നിട്ടിറങ്ങണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. പോലീസ് കള്ളന്മാരെ പിടിക്കുവാനാണെന്ന വിദ്യാർത്ഥികളുടെ സംശയ ചോദ്യത്തിന് സമൂഹത്തിലുള്ള എല്ലാ തിന്മകൾക്കുമെതിരെയാണ് പോലീസ് സേന നിലകൊള്ളുന്നതെന്ന് അദ്ദേഹം മറുപടി നൽകി. ഇരുചക്ര വാഹനങ്ങൾ കുട്ടികൾ ഓടിച്ച് അപകടങ്ങൾ ഉണ്ടാക്കുന്നതിനെക്കുറിച്ചും SI രാജീവൻ സംസാരിച്ചു. സമൂഹത്തിൽ ലഹരിയും മൊബൈൽ ഫോണിൻ്റെ അമിത ഉപയോഗങ്ങളും ലഹരി വിൽപ്പനയും വർദ്ധിച്ചു വരുന്നതിൽ അതിനെതിരെ പ്രവർത്തിക്കുവാൻ വിദ്യാർത്ഥികൾ മുന്നിട്ടിറങ്ങണമെന്നും രക്ഷിതാക്കളും അധ്യാപകരും ഇക്കാര്യങ്ങളിൽ ജാഗ്രത പുലർത്തണമെന്നും ചടങ്ങിൽ മുഖ്യ പ്രഭാഷണം നടത്തിയ സബ് ഇൻസ്പെക്ടർ രാധാകൃഷ്ണൻ അഭിപ്രായപ്പെട്ടു. യത്തീംഖാന മാനേജർ ഹസൈനാർ ഹാജി തളങ്കര അധ്യക്ഷത വഹിച്ചു. ഷാഹുൽ ഹമീദ് സ്വാഗതം പറഞ്ഞു. അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ രാജീവൻ, CPO സന്തോഷ്, തക്കീറത്ത് ഉക്ര സംഘം സെക്രട്ടറി TA ഷാഫി, വൈസ് പ്രസിഡന്റ് അമാനുള്ള എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാപ്പിൽ കൊപ്പൽ കോവൽ ജന്മപ്രദേശത്ത് കടലാക്രമണം രൂക്ഷം. തീരദേശവാസികൾ കളക്ടറേറ്റിലേക്ക് മാർച്ചും ധർണയും നടത്തി. കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിക്കുള്ളിൽ തെരുവ് നായ്ക്കളുടെ വിഹാരം. അനാസ്ഥയുടെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറൽ. ആ പാദമുദ്രകൾ മായില്ലൊരിക്കലും. പ്രൊഫസർ ഇബ്രാഹിം ബേവിഞ്ച മാഷിനെ കാസർഗോഡ് അനുസ്മരിച്ചു. പ്രഥമ ഫായിക്ക തേക്രോ അക്കാദമി പ്രവർത്തനം ആരംഭിച്ചു. തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VK ബാവ ഉദ്ഘാടനം ചെയ്തു.
SC/ST PWO കാസർഗോഡ് ഏരിയ കമ്മിറ്റി അനുമോദന പരിപാടി സംഘടിപ്പിച്ചു. NA നെല്ലിക്കുന്ന് MLA ഉദ്ഘാടനം ചെയ്തു. തൃക്കരിപ്പൂരിൽ രാമായണ പ്രഭാഷണവും പ്രശ്നോത്തരിയും നടത്തി. കക്കുന്നം പത്മനാഭൻ പണിക്കർ പ്രഭാഷണം നടത്തി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.